നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വല്ലാത്തൊരവസ്ഥയായപ്പോയി ഹരീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോഴൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പോരാത്തതിന് സുഭാഷ് ഏട്ടൻ നിൽക്കുകയും കൂടെ ചെയ്യുവേണം. അങ്ങനെ ഹരീഷിനെ വിളിച്ചുകൊണ്ട് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചോദിച്ചു, എടാ നിന്റെ തീരുമാനം എന്താ? നീ അവളെ വിവാഹം കഴിക്കുമല്ലെന്ന് ചോദിച്ചു. അതെങ്ങനെ ശരിയാവും സുധീഷ് ഏട്ടാ? സുധീഷ് ഏട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുഭാഷ് ഏട്ടൻ നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആൾക്കാർക്ക് എന്തു പറയും? അത് മാത്രമല്ല, സുഭാഷ് ഏട്ടൻ എന്തു തോന്നും? സുഭാഷ് ഏട്ടൻ കല്യാണം കഴിയാതെ നമ്മൾ അനുജന്മാരെല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അയ്യോ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. അവൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ നോക്കിയ വേറെ ഓപ്ഷൻ കണ്ടില്ല. അവളെ തിരികെ പറഞ്ഞു വിടാനും പറ്റില്ല അവളുടെ വീട്ടിലേക്ക്. ആ സമയം ഹരീഷ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം സുധീഷ് ഏട്ടാ, പക്ഷെ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിക്കണമല്ലോ. സുഭാഷേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ടാണേ പ്രശ്നമില്ലായിരുന്നു. ഇതൊക്കെ കേട്ടോണ്ട് ഭാസ്കരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭാസ്കരൻ പറഞ്ഞു, സുഭാഷിന്റെ വിവാഹം അതൊന്നും നടന്നാൽ തന്നെ അവൻ ഈ ജന്മത്തിൽ പെണ്ണ് കിട്ടുമെന്ന് തോന്നില്ല. എടാ അവൻ്റെ കല്യാണവും നടക്കാൻ പോകുന്നില്ല. നീ കല്യാണം കഴിക്കുന്നുണ്ടെ കല്യാണം കഴിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷിന് നല്ല ദേഷ്യമായി. ദേ നിങ്ങളെ ഞാൻ ഉണ്ടല്ലോ പറഞ്ഞ് പാഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേനും സുധീഷ് കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ആ സമയം ഹരീഷ് പറഞ്ഞു, നിങ്ങളുടെ മകനായിട്ട് ജനിച്ച സുഭാഷേടൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങളുടെ മകനായിട്ട് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നത്. സുഭാഷേടൻ്റെ ഒരു കല്യാണം പോലും നടക്കാതെ ഈ നശിച്ച വീട്ടിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ സുഭാഷേടനെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് പണ്ടേ പെണ്ണ് കിട്ടിയാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരനെ കുറേ ചീത്ത പറഞ്ഞങ്ങോട്ട്. നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ? മക്കളെ കുറ്റപ്പെടുത്താനല്ലാതെ മക്കൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയം സുധീഷ് പറഞ്ഞു, പോട്ടെ നീ ആ കാര്യം വിട്, നിന്റെ തീരുമാനം എന്താന്ന് പറ. അതെ എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണെന്ന് മനസ്സിലാക്കാം. എന്താ ഒരു പോംവഴി നോക്കട്ടെ, അല്ലാതെ എടുത്തു ചാടി സുഭാഷ് ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ കല്യാണത്തിന് ശേഷമാണെങ്കിൽ ഞാൻ അവളുടെ കഴുത്തിൽ താലി അർത്തും. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുസരിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് നിധി നീതുവിനെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി. അവിടെ വെച്ച് രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞ്, അറിയാലോ നീതു, കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എനിക്കറിയാം നിധി ചേച്ചി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്നെ തല്ലി കൊല്ലത്തുള്ളൂ. ഇനി എനിക്ക് തല്ലി കൊള്ളാൻ പറ്റില്ല. ഞാൻ മടുത്തു. അതുകൊണ്ട് സഹിയിട്ട് ഞാൻ ഇറങ്ങി വന്നാ. ഇനി ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഹരീഷ് ഏട്ടനെ എനിക്ക് നഷ്ടപ്പെടും. ഹരീഷ് ഏട്ടനെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നീതി പറഞ്ഞു, ശരിയാ അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. നീതി പറഞ്ഞു, ഹരീഷേട്ടൻ എന്തു പറയുന്നോ അത് ഞാൻ അതേപടി തന്നെ അനുസരിക്കും. എനിക്കറിയാം ഹരീഷേട്ടന് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന്. എന്നാലും ഹരീഷേട്ടൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞങ്ങളെ സന്തോഷത്തോടുകൂടി ഈ വീട്ടിൽ കഴിയും. എനിക്ക് ഈ വീട്ടിൽ കഴിയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നീതി ചേച്ചി വന്നിട്ട് ഇത്ര നാളായില്ലേ, എന്തേലും സംഭവിച്ചല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഹരീഷേട്ടനും കൂടെ ഇവിടെ ജീവിക്കുമെന്ന് പറഞ്ഞു. നിധിക്ക് പറയണമെന്നുണ്ടായിരുന്നു താനും സുധീഷും എങ്ങനെ ജീവിക്കണമെന്ന്. പക്ഷെ അത് പറയാനായിട്ട് പറ്റില്ലല്ലോ. പറഞ്ഞാൽ ശരിയാവത്തില്ലെന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്താണ് ഹരീഷ് സുധീഷും കൂടെ അകത്തേക്ക് കയറി വരുന്നത്. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, എന്താടാ തീരുമാനം എന്ന് ചോദിച്ചു. ആ സമയം ഹരീഷ് പറഞ്ഞു, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ കഥയെ വന്ന് മുട്ടിക്കഴിയുമ്പോഴത്തേനും നീതു വന്ന് കഥ തുറന്നു. ആ സമയം ഹരീഷ് നീതുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇങ്ങോട്ട് വാ, നമുക്ക് പുറത്ത് വരെ ഒന്ന് പോവാം, നീ നിന്റെ ഭാഗം എടുത്തോളാൻ പറഞ്ഞു. എങ്ങോട്ടാ ഹരീഷ് ഏട്ടാ? അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം സുധീഷിനോട് സുഭാഷ് ചോദിച്ചു, എന്താടാ അവരുടെ തീരുമാനം എന്താ? അവനെന്തേലും പറഞ്ഞോ? അവൻ ഇപ്പോഴെന്താളും വിവാഹം കഴിക്കുന്നില്ലെന്നാ പറഞ്ഞേ. സുഭാഷ് ഏണ്ട വിവാഹം കഴിയാത്തോണ്ട്. എൻ്റെ വിവാഹമോ? എടാ എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയം നിധി പറഞ്ഞു, ഹരീഷ് ചെയ്താണ് നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. സുഭാഷ് ഏണ്ട ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാ ഹരീഷ് വിവാഹം കഴിക്കണേ? നികേഷ് പറഞ്ഞു, അല്ല അപ്പം പിന്നെ ആ ചേച്ചി എന്ത് ചെയ്യും? ഇനി നോക്കാം എന്താ ചെയ്യുന്നതെന്ന്. എന്താണല്ലോ അവനൊരു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇതേസമയം നീതുവിനെ കൊണ്ടൊരു ബീച്ചിലേക്കാണ് ഹരീഷ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നീതി ചോദിച്ചു, എന്താ ഹരീഷേ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേന്ന് ചോദിച്ചു. അതെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എല്ലാം കേട്ടിട്ട് നീ എന്താണെന്ന് വെച്ചാൽ പറ. നിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോണേന്ന് പറഞ്ഞു. കാര്യം പറ. പിന്നീട് സുഭാഷിനെ കുറിച്ചുള്ള കാര്യം പറയാം. അറിയാലോ സുഭാഷ് ഏട്ടൻ നിൽക്കുന്ന സമയത്താണ് സുധീഷ് ഏട്ടൻ വിവാഹം കഴിക്കണേ. ആ സമയത്ത് തന്നെ ഞങ്ങൾക്കെല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സുധീഷേൻ്റെ വിവാഹം അപ്പം കഴിഞ്ഞത്. പക്ഷേ അതുപോലെ ഞാനും കൂടെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷേൻ്റെ അവസ്ഥ എന്താവും? സുഭാഷേൻ്റെ ഇനി ഒരു വിവാഹം പോലും വരുമോ? ചേട്ടൻ നിൽക്കുമ്പോൾ അനുജന്മാർ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അതത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഒരു കല്യാണാലോചന വന്നാൽ പോലും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നായിരിക്കും കരുതുക. അപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. സുഭാഷേൻ്റെ കല്യാണം കഴിയുന്നോടം വരെ നിനക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ?
ഇത് കേട്ടപ്പം നീതി ചോദിച്ചു, ഇതാണോ കാര്യം? അതെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, നിധി അടുത്തോട് ചോദിച്ചിട്ട് നിധി അടുത്ത് നിന്നൊരു ഹോസ്റ്റലുണ്ട്, അവിടെ കൊണ്ട് നിന്നെ ഞാൻ ആക്കട്ടെ, ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. നീത് പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഹരീഷേട്ടാ, പിന്നെയോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. അത് ശരിയാകത്തില്ല, നിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലേ പിന്നെ നിൻ്റെ വീട്ടുകാർ പിന്നെ നിന്നെ പിടിച്ച് തല്ലും, അത് പ്രശ്നമല്ലേ. അതൊന്നും സാരമില്ല, ഹരീഷേട്ടൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞല്ലോ, അതെന്നെ വലിയ കാര്യമാണ്. ഹരീഷ് പറഞ്ഞു, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, കാരണം എനിക്ക് മനസ്സിലായി നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടല്ലേ നീ എന്നോടൊപ്പം ജീവിക്കാനായിട്ട് ഇത്ര റിസ്ക് എടുത്ത് ഇറങ്ങിപ്പോന്നെ, എല്ലാവരും വെറുപ്പിച്ചിട്ട്. അപ്പം പിന്നെ ഞാൻ നിന്നെ കൈയൊഴിയുവോ? നിന്നെ അത്രയ്ക്ക് കാര്യമായതുകൊണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നീതുവിനെ ചേർത്ത് പിടിക്കണം. ആ ഒരു ചേർത്ത് പിടിക്കൽ മതിയായിരുന്നു നീതുവിന്. നീതു പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട് ഹരീഷേട്ടനെ, ഹരീഷേട്ടൻ പറയുന്ന പോലൊക്കെ ഞാൻ അനുസരിക്കാം. എന്തിനാ വെറുതെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം, എനിക്കങ്ങനെ ഭയമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഹരീഷേട്ടനൊരു ഉറപ്പ് കിട്ടിയാൽ മതിയായിരുന്നു എന്നെ വിവാഹം കഴിക്കുമെന്നുള്ളത്. എനിക്കിപ്പോൾ ആ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരുന്നോളാം, സുഭാഷ് എൻ്റെ വിവാഹം കഴിയുന്നോടം വരെ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം, പിന്നെ എനിക്ക് നിന്നെ വിളിച്ച് സംസാരിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അപ്പോഴേക്കും നീത് പറഞ്ഞു, എനിക്ക് ഫോണില്ലാന്നറിയാലോ, എൻ്റെ ഫോൺ അമ്മ മേടിച്ചെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, നിനക്ക് ഞാനൊരു ഫോണൊക്കെ മേടിച്ചു തന്നോളാം, നീ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്തേലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ആ സെക്കൻഡ് ഞാൻ വന്നോളാം, എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞു. നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നീതു പറഞ്ഞു, അത് സാരമില്ല ഹരീഷേട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ സമയം അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഹരീഷ് എന്താ ഏതാന്നൊക്കെ നീതുവിനും മനസ്സിലായി, നീതുവിൻ്റെ സ്നേഹം എന്താണെന്ന് ഹരീഷിനും മനസ്സിലായി. ഒടുവിൽ അവരവിടെ നിന്ന് ഇറങ്ങി തിരികെ വീട്ടിലേക്ക് നീതുവിനെ കൊണ്ടുവിടുന്നതിന് മുമ്പ് ഹരീഷ് ഒരു മൊബൈൽ ഷോപ്പിലേക്ക് കയറുവാണ്. അങ്ങനെ ഒരു മൊബൈൽ വാങ്ങി. അപ്പം നീതുവിനോട് പറഞ്ഞു, നീതു വലിയ വിലയുടെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ഇത്രയും പണമുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്, ഇനി പൈസയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് നല്ല ഫോൺ വാങ്ങിത്തരാം. നീതു പറഞ്ഞു, അതൊന്നും സാരമില്ല ഹരീഷേട്ടാ, എനിക്ക് ഹരീഷേട്ടനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, അതിനിപ്പോൾ വലിയ വിലയുടെ ഫോൺ വേണമെന്നൊന്നുമില്ല. ഹരീഷ് തന്നെ കൊക്കിന് ഒതുങ്ങുന്ന ഒരു ഫോണാണ് വാങ്ങിയത്. ഹരീഷിന് മുമ്പ് അങ്ങനെ തന്നെയാണ്, പൈസയൊന്നും അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ഒരാളല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചിലവാക്കുന്ന ഒരാളാണ്. അങ്ങനെ ഫോണൊക്കെ വാങ്ങി പുതിയ സിമ്മൊക്കെ വാങ്ങിച്ച് അതിനകത്തിട്ടു. നീതിന് കൊടുത്തിട്ട് പറഞ്ഞു, അതറിയാലോ, ഒരു കാരണവശാലും ഇത് വീട്ടിൽ പിടികൂടാൻ പാടില്ല, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരെങ്ങനെ എന്താ പ്രവർത്തിക്കുന്ന അറിയത്തില്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നീതുവിനെ വീടിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടു. എന്നിട്ട് പറഞ്ഞു, അതെ അറിയാലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അങ്ങ് നീതു അങ്ങോട്ട് കയറിപ്പോയി. അതിനുശേഷമാണ് ഹരീഷ് തിരികെ വീട്ടിലേക്ക് പോരുന്നത്. ഹരീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ ചോദിച്ചു, അല്ല എന്താടാ നീതു എന്തിയെന്നൊക്കെ ചോദിച്ചു. അത് നീതു പോയെന്ന് പറഞ്ഞു. പോയോ എങ്ങോട്ട്? നീതുവിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് പോയി. എടാ എന്താ കാര്യം എന്താ? പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ്. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നേ. സാരമില്ല, കുറച്ചാൾ കഴിയുമ്പോൾ ഞങ്ങളുടെ വിവാഹം നടത്തിക്കോളാം, ഇപ്പം അവൾ വീട്ടിൽ നിൽക്കട്ടെ എന്നൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്കും സുഭാഷിനും ഒക്കെ ഒരു സമാധാനമായി. കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലും. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.